ആദിവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ITDP ഓഫീസിന് മുൻപിൽ 314 ദിവസമായി നടത്തിവരുന്ന ഭൂസമരം ഒത്തുതീർപ്പായി. കളക്ടർ VR വിനോദ് നടത്തിയ ചർച്ചയിലാണ് ഒത്തുതീർന്നത്. ഭൂരഹിതരായ 60 കുടുംബങ്ങൾക്ക് 6 മാസത്തിനുള്ളിൽ 50 സെന്റ് ഭൂമി വീതം നൽകാം എന്നാണ് ധാരണയെന്ന് സമരസമിതി നേതാക്കൾ പറഞ്ഞു. മെയ് 10-ാം തീയതി ആരംഭിച്ച ഇന്നത്തെ ഈ ദിവസം ഞങ്ങൾ സമരം അവസാനിപ്പിച്ചിട്ടുണ്ട്. ഒരു പ്രതീക്ഷിച്ച അത്ര ഇല്ലെങ്കിലും അതിൻ്റെ പകുതിക്ക് ഞങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ സമരം പിൻവലിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. സമരം പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ സമരത്തിൽ പറയാനുള്ളത് ഒരുപാട് നല്ല വ്യക്തികളും അതുപോലെ തന്നെ ഞങ്ങൾ ഈ സമരം തുടങ്ങി അന്ന് മുതൽക്ക് ഉള്ള മജീദാക്ക അതുപോലെ തന്നെ വാസേട്ടന് അങ്ങനെ ഞങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ ഞങ്ങളെ അറിയാത്ത ആൾക്കാർ പോലും ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ എത്തിച്ചു തന്നു. ഒരു ദിവസം പോലും പട്ടിണി ഇല്ലാതാക്കിയ ഒരുപാട് നല്ല മനുഷ്യർക്ക് എൻ്റെ മനസ്സറിഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം ഭൂരഹിതർക്ക് 1 ഏക്കർ ഭൂമി വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് മെയ് 10-നാണ് സമരനായിക ബിന്ദു വൈലാശ്ശേരി അനിശ്ചിതകാല ഉപവാസം തുടങ്ങിയത്. ആദിവാസികൾ പിന്തുണയുമായി സമരപ്പന്തലിൽ അണിചേർന്നു. മുൻപ് നടത്തിയ ചർച്ചകളിൽ ആവശ്യം 50 സെന്റിലേക്ക് സമരക്കാർ ചുരുക്കിയെങ്കിലും സർക്കാരിന്റെ നയപരമായ തീരുമാനം വേണമെന്ന് പറഞ്ഞ് അധികൃതർ തീരുമാനമെടുത്തില്ല. സമരത്തിന് പിന്തുണയുമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ദളിത് കൂട്ടായ്മകൾ, പുരോഗമന യുവജന പ്രസ്ഥാനം, യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗ്, വെൽഫെയർ പാർട്ടി, SDPI തുടങ്ങിയ രാഷ്ട്രീയ സംഘടനകൾ എത്തി. ഇടതുമുന്നണി മുഖം തിരിച്ചു നിന്നു. നിരാഹാരം മൂലം അവശയായ ബിന്ദുവിനെ 17-ന് രാത്രി ബലം പ്രയോഗിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുവാൻ പോലീസ് ശ്രമം നടത്തി. കളക്ടർ എത്തി ചർച്ച നടത്തണമെന്നാവശ്യപ്പെട്ട് നീക്കം ആദിവാസികൾ ചെറുത്തു. മിനി സിവിൽ സ്റ്റേഷനിൽ 18-ന് ITDP ഓഫീസിന്റെ ഉദ്ഘാടനത്തിന് കളക്ടർ എത്തുമ്പോൾ ചർച്ചയ്ക്ക് അവസരം ഉണ്ടാക്കാമെന്ന് പോലീസ് ഉറപ്പു നൽകിയെങ്കിലും ഫലിച്ചില്ല. പോലീസ് പിൻവാങ്ങി. ഇന്നലെ രാവിലെ മിനി സിവിൽ സ്റ്റേഷന്റെ മുൻപിലേക്ക് സമരം മാറ്റി. സമരപ്പന്തൽ കെട്ടുന്നത് പോലീസ് തടയുവാൻ ശ്രമിച്ചുവെങ്കിലും ആദിവാസികൾ തന്നെ ജയിച്ചു. ഉദ്ഘാടനം കഴിഞ്ഞ് കളക്ടർ VR വിനോദ് മടങ്ങവേ സമരപ്പന്തൽ കാണാതിരിക്കുവാൻ വാഹനം നിർത്തി കാഴ്ച പോലീസ് മറച്ചു. തുടർന്ന് താലൂക്ക് ഓഫീസിൽ കളക്ടർ ആദ്യ റൗണ്ട് ചർച്ച 1.25 മണിക്കൂർ നീണ്ടു. അസിസ്റ്റന്റ് കളക്ടർ സുമിത് കുമാർ ഠാക്കൂർ, തഹസിൽദാർമാരായ KS അഷ്റഫ്, A ജയശ്രീ, ITDP ഓഫീസർ KS ശ്രീരേഖ, സമരക്കാരെ പ്രതിനിധീകരിച്ച് ഗ്രോവാസു, ബിന്ദു, P ഗിരിവാസൻ, CP വിജയൻ എന്നിവർ പങ്കെടുത്തു. ഏകദേശം ധാരണയായി. തുടർന്ന് നേതാക്കൾക്ക് സമരക്കാർ, സഹായ സമിതി എന്നിവരുമായി കൂടിയാലോചിക്കുവാൻ അരമണിക്കൂർ സമയം നൽകി. 2ാം റൗണ്ട് ചർച്ചയ്ക്ക് ശേഷം വേദി വൈകിട്ട് 6-ന് കലക്ടറേറ്റിലേക്ക് മാറ്റി. ഗ്രോവാസു, മുനീബ് കാരക്കുന്ന്, ആരിഫ് ചുണ്ടയിൽ, മജീദ് ചാലിയാർ, ഗിരിവാസൻ, വിജയൻ എന്നിവർ പങ്കെടുത്തു. ചാലിയാറിലെ കണ്ണംകുണ്ട്, കുറുമ്പലങ്ങോട്ടെ, നെല്ലിപ്പൊയിൽ എന്നിവിടങ്ങളിൽ ഭൂമി നൽകുവാനാണ് ധാരണയെന്ന് പറയുന്നു. കരാർ ഒപ്പിട്ടതായി നേതാക്കൾ പറഞ്ഞു. ബുദ്ധിപരമായിട്ടും ശാരീരികമായിട്ടും അടിച്ചമർത്തുന്ന ഒരു സമൂഹത്തിലാണ് അവർ ജീവിച്ചത്. ആ സമൂഹത്തിൽ നിന്ന് തലയുയർത്തി എന്ന് നിലമ്പൂരിൽ ഒരു ചെറുപ്പക്കാരി, ഒരു യുവതി, ഇല്ല, ഞങ്ങൾ ഇനി വിട്ടുതരാൻ സാധ്യമല്ല, നിങ്ങളുടെ അത്ര തന്നെ എല്ലാ അധികാരങ്ങളും ഞങ്ങൾക്കുണ്ട് എന്ന് തലയുയർത്തി പറഞ്ഞുകൊണ്ട് ഒരു ധീരമായിട്ടുള്ള ഒരു പോരാട്ടം നയിച്ചിരിക്കുന്നു എന്നതാണ്. അതിൽ വിജയിച്ച ഭൂമിൻ്റെ പ്രശ്നമല്ല യഥാർത്ഥത്തിൽ. ഇല്ല, ഇനി ഞങ്ങൾ തലകുമ്പിട്ട് ജീവിക്കാൻ തയ്യാറല്ല എന്ന് ഒരു അടിമ സമ്പ്രദായത്തിൽ ജീവിച്ച അടിമകൾ ഇന്ന് പ്രഖ്യാപിക്കുകയും അതിൽ നിലമ്പൂരിലെ സമരപ്പന്തലിൽ രാത്രി 9-ന് ഗ്രോവാസു ബിന്ദുവിന് ഇളനീർ നൽകി സമരം അവസാനിപ്പിച്ചു. തുടർന്ന് ബിന്ദുവിനെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗോൾഡ്, പ്യൂർ ഗോൾഡ്. ഗ്രൂപ്പ് നിലമ്പൂർ.